ഹലോ, ഞാൻ ലിവിനി. അപ്പൊ ഞാൻ ഇന്ന് സിദ്ദിഖിന്റെ മകന്റെ സിനിമയായ ബെസ്റ്റി, എനിക്ക് കൃത്യമായിട്ട് അയാളുടെ പേര് കാര്യങ്ങൾ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് സിദ്ദിഖിന്റെ മകൻ എന്ന് പറഞ്ഞത്. എന്തായാലും പടം കണ്ടു. പടം എനിക്ക് അത്ര രീതിയിൽ അങ്ങോട്ട് വർക്കായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിന് വേണ്ടി പിടിച്ചൊരു പടം, അങ്ങനെ വേണം ഇതിനെയും പറയാം. ക്ലൈമാക്സ് കിടിലൻ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഈ പടത്തിൽ വേറെ ഒന്നുമില്ല. പിന്നെ കുറെ മുസ്ലിം ഓറിയന്റഡ് വിഷയമായിരുന്നേ, മുസ്ലിംസിന്റെ ഈ മാപ്പിളപ്പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പടത്തില് ഒരു 4-5 പാട്ടം കണ്ടിട്ട് തോന്നും. ക്യാമറ വർക്കൊക്കെ ഗംഭീരം തന്നെയാണ്, അതിലൊന്നും പറയാം. പിന്നെ ഇവരുടെ ഫൈറ്റും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതായത് സിദ്ദിഖിന്റെ മകനായാലും അതേപോലെ മമ്മൂക്കയുടെ എന്തോ ഒരു ബന്ധത്തിലുള്ള ഒരാളും കൂടി ഉണ്ട്. പുള്ളി നല്ല കിടലായിട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ട്വിസ്റ്റ് ഗംഭീര കേട്ടോ, നല്ല ട്വിസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞ ട്വിസ്റ്റ് മാത്രമേ ഈ പടത്തില് എടുത്തു നിൽക്കണുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ ശരിക്കും ലാഗടിച്ചു. ഫസ്റ്റ് ഹാഫ് എന്നല്ല, പടത്തില് ഭൂരിഭാഗം ലാഗടിയായിരുന്നു. പക്ഷെ ട്വിസ്റ്റ്, അത് ട്വിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമ, അങ്ങനെ വേണം ബെസ്റ്റ് എന്ന പടത്തിനെ പറ്റി എനിക്ക് തോന്നിയത്. അഭിനയിച്ച എല്ലാവരും കിട്ടും തന്നെ കേട്ടോ, അതിലൊന്നും ഒരു ഇതും പറയാനില്ല. അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ബെസ്റ്റിയുടെ റിവ്യൂ. കൂടുതലൊന്നും പറയാനില്ല, കാരണം ഇന്നിപ്പോ എന്തായാലും ഇനിയും നല്ല പടങ്ങൾ കിട്ടട്ടെ. പുള്ളി എന്തായാലും നല്ലോണം ആക്ഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് സിദ്ദിഖിന്റെ മകൻ. പിന്നെ അതേപോലെ തന്നെ മറ്റേ എനിക്ക് പേര് കൃത്യം അറിഞ്ഞൂടാ, അതായത് മമ്മൂക്കയുടെ ഏതൊരു ബന്ധത്തില് വരുന്ന ഒരാളാന്ന് അറിഞ്ഞിരുന്നു. അത് കൂടുതൽ ഞാൻ വീട്ടിൽ ചോദിക്കാൻ നിന്നില്ല. എന്തായാലും പടം ഒരു തിയേറ്റർ വാച്ചബിൾ ആണെന്ന് വെച്ചാൽ അല്ലെന്ന് ഞാൻ പറയും, കാരണം എനിക്ക് ചെറുതായിട്ട് ബോറടിച്ചു. എന്തായാലും കാണേണ്ടവർ കണ്ടു നോക്കുക, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ശരി.